അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കറിവേപ്പില വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് എന്താ പറയുക ചീനച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ കറുപ്പ് തണുപ്പൊക്കെ തോന്നുന്നത്. ഇത് ഉണങ്ങിയതായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിക്കകത്തിട്ട് അപ്പം ഇനി ഇതുണ്ടല്ലോ അധികം എന്താ പറയുക ചൂടില്ലാതെ പതുക്കെ നമുക്കിന്ന് വറുത്തെടുക്കാം. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പൊ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ പിന്നാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മൾ സാധനം ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവോളയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുനുകുന അരിഞ്ഞ നമ്മുടെ തക്കാളി, അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ കറിവേപ്പില നല്ല കരിയില പോലെ ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും കൊണ്ടൊന്ന് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ തക്കാളിയുടെ കൂട്ടത്തിൽ നമുക്ക് വേറെ സാധനങ്ങളുണ്ട്. നമ്മുടെ പച്ചമുളകാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മുടെ ഉള്ളിയും മുളകും കാര്യങ്ങളൊക്കെ ഇതേ നല്ല അടിപൊളിയായിട്ട് വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മള് പച്ചമുളക് ചേർത്ത് എന്നാലും നമ്മള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗരം മസാല. അപ്പം ഇത്തരം പൊടികൾ മാത്രം നമ്മൾ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പം ഇതിൻ്റെ പൊടിയുടെ എല്ലാം ആ ഒരു പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി, നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ മാംസമൊക്കെ നമ്മുടെ എല്ലൊക്കെ വിട്ടിട്ടുണ്ട് സംഭവം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇടണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ച് നമ്മൾ വെള്ളം ഒഴിക്കാതല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മേമ്പൊടിക്ക്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കറിവേപ്പില പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ് വറ്റിച്ച് ഒരു ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഗ്രേവിയോട് കൂടി തന്നെ ഗ്രേവിയോട് വേണമെങ്കിലും എടുക്കാം.
അതേ സംഭവം നല്ലൊരു എന്താ പറയുക ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവസാനം നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം കറിവേപ്പില തന്നെ വേണമെങ്കിൽ വഴറ്റി ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ കറിവേപ്പില വെച്ചിട്ട് ഈ സംഭവം ഇങ്ങനെ ഒന്ന് ചിക്കൻ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ് സംഭവം. കാര്യം നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഇത് ചെയ്ത് നോക്കിയും ഗ്യാരണ്ടി അടിപൊളിയാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ അതിൻ്റെ അഭിപ്രായം പറയുക. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.